ഫിലിപ്പിയർ അധ്യായം 2. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോത്സാഹനമോ അവിടുത്തെ സ്നേഹത്താലുള്ള എന്തെങ്കിലും ആശ്വാസമോ ആത്മാവിലുള്ള എന്തെങ്കിലും കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ആർദ്രതയോ അനുകമ്പയോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏകഹൃദയവും ഏകസ്നേഹവും ഉള്ളവരായി ആത്മാവിലും ലക്ഷ്യത്തിലും ഏകീഭവിച്ച് എന്റെ സന്തോഷം സമ്പൂർണമാക്കുവിൻ. സ്വാർത്ഥ താൽപര്യത്താലോ വൃഥാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് കരുതിക്കൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും സ്വന്തം താൽപര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ താൽപര്യം കൂടെ അന്വേഷിക്കേണ്ടതാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് ചിന്തിക്കാതെ ദാസവേഷം ധരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യാകൃതിയിൽ കാണപ്പെട്ടു. അവിടുന്ന് അങ്ങനെ തന്നെ താൻ താഴ്ത്തുകയും മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീരുകയും ചെയ്തു. അതിനാൽ ദൈവം അദ്ദേഹത്തെ ഏറ്റവും അധികം ഉയർത്തി എല്ലാ നാമത്തിനും മേലായ ഒരു നാമം അവിടുത്തേക്ക് നൽകി. തന്മൂലം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഉള്ള എല്ലാ മുഴങ്കാലും യേശുവിന്റെ നാമത്തെങ്കിൽ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ അതിലധികമായി എന്റെ അസാന്നിധ്യത്തിലും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കിക്കൊള്ളുവിൻ. തന്റെ പ്രസാദപ്രകാരം ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവമാണല്ലോ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. വക്രവും വഴിപിഴച്ചതുമായ തലമുറയിൽ നിഷ്കളങ്കരും നിർമ്മലരും കുറ്റവറ്റവരുമായ ദൈവമക്കളായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാം പിറുപിറുപ്പും വാഗ്വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഇടയാകും. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗത്തിന്റെയും ശുശ്രൂഷയുടെയും മേൽ ഒരു പാനീയ യാഗമായി എന്നെ തന്നെ അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങൾ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് ആശ്വസിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ തിമോഥെയോസിനെ അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്കായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് വേറെ ആരുമില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിന്റെ താല്പര്യമല്ല, സ്വന്തം താല്പര്യമത്രേ എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ തിമോഥെയോസ് തന്റെ വിശിഷ്ട സ്വഭാവം തെളിയിച്ചവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുവിശേഷ പ്രവർത്തനത്തിൽ മകൻ അപ്പനോടുകൂടെ എന്ന പോലെ അവൻ എന്നോടൊപ്പം അധ്വാനിച്ചിട്ടുണ്ട്. എന്റെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് അറിവായാലുടൻ അവനെ അങ്ങോട്ടയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും വേഗത്തിൽ വരുമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചയക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ നിങ്ങൾ അയച്ച ദൂതനാണല്ലോ അയാൾ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അയാൾ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിനാൽ വ്യാകുലചിത്തനായി കഴിയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അയാൾ രോഗിയും ആസന്ന മരണനും ആയിരുന്നു. എന്നാൽ ദൈവം അയാളോട് കരുണ കാണിച്ചു. അയാളോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിനുമേൽ ദുഃഖം വരാതിരിക്കേണ്ടതിന് എന്നോടും കരുണ ചെയ്തു. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും എന്റെ ദുഃഖം കുറയുവാനുമായി അയാളെ അങ്ങോട്ടയക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ഏറ്റവും സന്തോഷപൂർവ്വം അയാളെ സ്വാഗതം ചെയ്യുവിൻ. ഇപ്രകാരമുള്ളവരെ ബഹുമാനിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തുവിന്റെ വേല നിമിത്തമാണല്ലോ നിങ്ങൾ എനിക്ക് നൽകുവാൻ ആഗ്രഹിച്ച സഹായം പൂർത്തിയാക്കുന്നതിന് അയാൾ മരണത്തിന്റെ വക്കോളം എത്തിയത്.